പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നൊയമ്പിൽ ഒരു ക്രിസ്ത്യാനി ഏറ്റവും അധികം ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അതായത് നൊയമ്പിൻ്റെ സമയത്ത് ഒരു ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ നിരന്തരമായി 3 കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് കാണാം. വിശുദ്ധ പൗലോസ്ലിയുടെ ലേഖനം, പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീല ആയിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. നമ്മൾ മനസ്സിലാക്കണം, പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കാനാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു സത്യമുണ്ട്. അത് മറ്റേതൊന്നുമല്ല. എന്ത് സങ്കടമാവട്ടെ, കടബാധ്യതയാവട്ടെ, ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നമാവട്ടെ, കുടുംബ ജീവിതത്തിൽ പ്രശ്നമാവട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പ്രശ്നമാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, എവിടെ പോയാലും പ്രശ്നം, ഏത് സ്ഥലത്ത് പോയി കൈയിട്ടാലും വലിയ അപകടങ്ങളാണ് ഉണ്ടാവുന്നത്. ഒരിക്കലും നന്നാവത്തില്ല. എന്ത് നന്മ ചെയ്യാൻ പോയാലും അത് തിന്മയായി വരുന്ന ചില വ്യക്തികൾ ഈ ലോകത്തിലുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യാശയിൽ എത്ര പരാജയം ലഭിച്ചാലും, എത്ര സങ്കടം വന്നാലും, എത്ര ഭാരങ്ങൾ എൻ്റെ മേൽ വന്നാലും ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എന്ന വ്യക്തി സന്തോഷിക്കണം. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര പ്രശ്നങ്ങളുണ്ടായാലും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ നോയമ്പ് സമയത്ത് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ദിവസം നമ്മൾ രക്ഷപ്പെടും, ഒരു സമയത്ത് നമ്മൾ രക്ഷപ്പെടും. ഒരു സമയം ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ പാപത്തിൽ നിന്നും, എല്ലാ ബന്ധനത്തിൽ നിന്നും നമ്മളെ പൂർണ്ണമായി ദൈവം നമ്മളെ സ്വതന്ത്രനാക്കും. അപ്പോൾ പ്രാർത്ഥിക്കാനാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സങ്കടങ്ങളും ഭാരങ്ങളും വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം, ദൈവത്തിൻ്റെ നാമത്തിൽ സന്തോഷിക്കണം. കാരണം ഈ സങ്കടത്തിനപ്പുറത്ത് ക്രിസ്തു എന്നൊരു വിശ്വാസമുണ്ട്, ക്രിസ്തു എന്ന സത്യമുണ്ട്. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കണം, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. ഇപ്പോൾ ക്ലേശങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും, അതായത് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ജോബ് തന്നെ എത്ര പ്രശ്നങ്ങളൂടെയാണ് കടന്നുപോയത്. നമുക്ക് ജോബിൻ്റെ പുസ്തകത്തിൽ വായിച്ച് നമുക്ക് മനസ്സിലാകും എന്തുമാത്രം പ്രശ്നമാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഒന്നുമില്ല. ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു യോന. വലിയ ആളായിരുന്നു, പക്ഷെ തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ പോയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിന്ന് കുടുങ്ങിപ്പോയി, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടുന്ന് പ്രാർത്ഥിച്ചു, രക്ഷ പ്രാപിച്ചു. നമുക്കും ഇതുപോലെ അവസ്ഥകൾ കടന്നു വരാം. ഈ നോയമ്പിലായാലും എപ്പായാലും നിരന്തരമായി പ്രാർത്ഥിക്കുക. അതാണ് കർത്താവായ യേശു മിശിഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം. എന്നാൽ അതേ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. സന്തോഷമുള്ളപ്പോൾ മാത്രം പ്രാർത്ഥിക്കേണ്ട എന്നല്ല, അല്ലെ സങ്കടത്തിൽ മാത്രം ഞാൻ പ്രാർത്ഥിക്കുമെന്നല്ല. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ പ്രാർത്ഥിക്കണം. ഭാരങ്ങളും കടഭാരങ്ങളും വന്നാലും ഞാൻ പ്രാർത്ഥിക്കണം. രോഗം വന്നാലും ഞാൻ പ്രാർത്ഥിക്കണം. എല്ലാ രോഗവും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു ദൈവം നമ്മളോടൊപ്പമുണ്ട്. ആ ദൈവത്തെ വിളിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെ ശക്തിപ്പെടുത്തുക. ഒരു പുസ്തകത്തിൽ ഇപ്രകാരം കണ്ട ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ സന്തോഷമാകാൻ 3 കാര്യമാണ്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ബേസിക് നെസസിറ്റി ഓഫ് മാൻ. അതായത് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. അതായത് ഭക്ഷണവും വസ്ത്രവും താമസിക്കുന്നൊരിടം നമ്മൾ സ്കൂളിൽ വെച്ച് പഠിച്ചായിരുന്നു. പക്ഷേ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്, ഒരു മനുഷ്യൻ്റെ ആത്മാവിന് സന്തോഷം ലഭിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നന്നായി മനസ്സ് നിറയെ പ്രാർത്ഥിക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കാം, ഈ മാസത്തിൽ ഒരിക്കൽ അല്ലെ വല്ലപ്പോഴും മാതാപിതാക്കൾ മക്കളെ ഹോട്ടലിൽ പോയി എന്തിനാണ് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത്? എല്ലാ ദിവസവും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം ഒരു ചേഞ്ചിന് വേണ്ടിയാണ് അവർ പുറത്തു പോയി ഭക്ഷണം മേടിക്കുന്നത്. പക്ഷെ ഇപ്പോൾ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്, ഒരു ചേഞ്ചിന് വേണ്ടിയാണ് വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കാറില്ല, ഒരു ചേഞ്ചിന് വേണ്ടി വല്ലപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെയല്ല, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്, മനസ്സ് നിറയെ പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ ആത്മാവിന് നല്ലൊരു ശക്തി പ്രാപിക്കും. മനസ്സ് നിറയെ നമ്മുടെ ശരീരത്തിന് വ്യായാമം കൊടുക്കണം, എക്സസൈസ് കൊടുക്കണം.
അതാകുമ്പം നമ്മുടെ ശരീരത്തിനൊരു സംതൃപ്തിയാവും. മനസ്സ് നേരെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന് സംതൃപ്തിയാവും. നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പം എൻ്റെ ശരീരത്തിന് ഒരു സംതൃപ്തിയാവും. അതേ സമയത്ത് നന്നായി ദാനധർമ്മം ചെയ്യുക. അപ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമായി അനുഗ്രഹമായി തീരും. പ്രിയമുള്ളവരെ, ഈ നോയമ്പ് കാലത്ത് പ്രാർത്ഥനയിലായിരിക്കാം. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.